അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് നല്ലൊരു ഇതാണെന്ന്. കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ എന്താ പറയുക, ഞാൻ ഇവിടെ ടൂൾസൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മീൻ എടുത്ത ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് എൻ്റെ ഫേക്ക് നെയിലിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നത് കേട്ടോ. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. നമ്മൾ എവിടെയെങ്കിലും കാണും, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതുപോലെ നമുക്ക് കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കും. ഞാനും അതുപോലെ എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഏച്ച് കിട്ടിയ സംഭവമൊന്നും സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ എന്തോ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി. വെറുതെ ഒന്ന് മേടിച്ചു നോക്കി. 140 രൂപ ഉണ്ടായിരുന്നല്ലോ മീഷോയിൽ മേടിച്ചതായിരുന്നു. കണ്ടോ, അതിൻ്റെ കൂടെ എൻ്റെ ഇത് ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ബേസ് കോട്ട് ഇത് ഇത്രയും വരുന്നുണ്ട്. അപ്പം 140 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ നോക്കാമെന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ നെയില്, എൻ്റെ നെയില് കുഴപ്പമില്ലാത്ത നെയിലാണ്, എന്നാൽ പോലും ഇതിനെ കുറച്ച് വീതി ഒക്കെ തോന്നുന്നു, കുറച്ചും കൂടെ ഭംഗി ഉണ്ട്. അപ്പം ഇത് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാമേ. ഞാൻ കീബോർഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യണ സമയത്ത്, കീബോർഡിൽ വർക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം എനിക്ക് കൈക്ക് നീളം കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ഇതിങ്ങനെ കൊള്ളുമ്പോൾ ഇതിങ്ങനെ മടങ്ങി ഇതിങ്ങനെ പോയി കേട്ടോ. ഇത് ഒരു തവണ കുറച്ച് പൊളിഞ്ഞു വന്നായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ പോകുന്നതായിരുന്നു. ചെറുതായിട്ട് നോട്ടിച്ച് കൊടുത്തു. പക്ഷേ ഇത് ഞാൻ വെച്ചിട്ട് ഒരു 3-4 ദിവസമായി ഇതുവരെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഞാൻ വീട്ടിലെല്ലാ ജോലികളും ചെയ്യും. പത്രം കഴിക്കും, നമ്മൾ ഡ്രസ്സ്, യൂണിഫോം, കൊച്ചിൻ്റെ യൂണിഫോം, പിന്നെ നമ്മുടെ നല്ല ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തിരുമ്മിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വീട്ടിലുള്ള എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. നമുക്ക് നെയ്തുണ്ടാവും ഇങ്ങനെ എന്താ ഹെയറിൽ ഇങ്ങനെ ഓയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. നല്ലതായിട്ട് ഇതിങ്ങനെ ഇരിക്കും. കുറച്ച് നീളം ഉണ്ടെങ്കിൽ പാടാട്ടെ. ഞാൻ ആദ്യം കുറച്ച് നീളത്തിലായിരുന്നു ഇത് കൊണ്ടുവരുന്നത്, പക്ഷേ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു നീളത്തിൽ ഓക്കെയാണ്. നമുക്ക് നമ്മുടെ നോർമൽ നെയിൽ പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണം വിട്ടുപോയിട്ട് ഞാനിങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ച സമയത്താണ് ഓക്കെ ഇന്നൊരു വീഡിയോ ആക്കിക്കാം. 140 രൂപയല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും വെച്ച് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വെച്ച് നോക്കാമല്ലോ, പെട്ടെന്ന് പോകത്തുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് നല്ലൊരു ഇതാണെന്ന്. കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ എന്താ പറയുക, നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അത് ഉപയോഗിച്ചാൽ കൊള്ളാവോ, എന്തെങ്കിലും പറ്റുമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് പോകത്തില്ലല്ലോ. അപ്പോൾ ഈ പോയത് നമുക്ക് ആദ്യം വെക്കാം. എന്നിട്ട് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, ഈ കയ്യിലും കൂടെ ഞാൻ വെക്കാൻ പോകട്ടെ. കാരണം ഇതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഈ ഒരു നീളത്തിൽ തന്നെ ഈ ഒരു കയ്യിലും കൂടെ ഞാൻ വെക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതാണെന്ന് പറയും. അപ്പം 140 രൂപയല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ എടുത്തിട്ട് പറയുമല്ലേ, കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതാണെന്ന് പറയും. കാരണം നമുക്ക് നമ്മുടെ ജോലികൾക്കൊന്നും തടസ്സമില്ല. അപ്പം ഞാൻ ആവാമല്ലോ. അപ്പം ഞാൻ ഇതും കൂടെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നടക്കണം. പിന്നെ എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ പറയാമെന്ന് വെച്ചിട്ട് നല്ലതാണ്. പക്ഷേ ഞാനിങ്ങനെയാട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ അയ്യോ മറന്നുപോയി. നമ്മൾ ഈ ബേസ് കോട്ട് ഇട്ടിട്ടാട്ടോ ഞാൻ ചെയ്തതായിരുന്നു. എൻ്റെ ബേസ് കോട്ട് അവിടെ തന്നെ ഉണ്ട്. എൻ്റെ ആ ബേസ് കോട്ട് അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് തിക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യല്. അത് ഞാനിപ്പോൾ കാണിച്ചില്ല, കാരണം എൻ്റെ അത് അവിടെ ഓൾറെഡി സെറ്റാണ്, ഉണങ്ങി. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിരലിലോട്ടും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിനി ഒന്നേന്നേ തുടങ്ങണം. ഇതിൽ വലിയ സീനില്ല. ഇത് ഒടിഞ്ഞില്ല, ഇളകിപ്പോയതായിരുന്നല്ലോ. കൊള്ളാല്ലേ? അപ്പോൾ ഈ ഇതിലേക്ക് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിനകത്തുനിന്ന് എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കണം. ഒന്നാമത് എൻ്റെ ചെറിയ നെയിൽ ചെറുതാണ്. ഇതിൽ കൊടുത്തേക്കുന്ന സൈസും ഇത് നമ്മൾ ശരിക്കും ഇതുണ്ട്, സൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഇത് നമ്മൾ ഇതിന് ചേർത്തില്ല. എൻ്റെ വീട്ടിലേക്ക് ചേർത്ത് നമ്മൾ ചെറു നോക്കി കണ്ടെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് വലതുകയിലോട്ട് ഞാൻ വെക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. ഇടവേലാകുമ്പോൾ നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇന്നലെ കാണിക്കുന്നത് ചേരേണ്ടവർ തമ്മിലല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. വീതി ഓക്കെ കേട്ടോ. കൊള്ളാം, 2 കിലോ രസമുണ്ടല്ലേ. പക്ഷേ ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇത് പക്ഷേ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം വലതയിൽ ഞാൻ വേസ്റ്റ് വിട്ടു. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ടൂൾസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മീനെടുത്ത് നിർത്തുക. അയ്യോ,
ഇതിന് അധികം നീളമില്ലാത്ത നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വലുതിയാണ് ചോറിനണം, ചോറാണ് നമ്മുടെ മെയിൻ. പാത്രം കഴുകണം, തുണി എടുക്കണം, കുറച്ചും കൂടെ കുറയ്ക്കാം. സൈഡ് ഒരു ഇത്തിരി അവിടെ ഉടക്കാതിരിക്കാം. നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ നെയിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. ഞാനിങ്ങനെ പറഞ്ഞ പോലെ എല്ലാവരും പറയണം, എല്ലാവരും കാര്യങ്ങളൊക്കെ പറയണം. അടിപൊളി കേട്ടോ. ഞാൻ അത് ഷേപ്പൊക്കെ ചെയ്ത് കൊള്ളാല്ലേ. ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാവേ. അയ്യോ ഇതിന് ഓർഡറിൽ വെക്കണം. കാരണം എൻ്റെ മുടിയാളെല്ലാം മൊത്തം നമ്മളിതിന് ഓർഡറിൽ വെക്കണം. ആദ്യം ഇനിയില്ല, അത് ഇനിയില്ല, അങ്ങനെ വെക്കണം, അല്ലെങ്കിൽ അത് തിരിഞ്ഞു. അപ്പോൾ ഞാൻ വെക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. അത് കാണിച്ചു എൻ്റെ 5 വിരലിലേക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഞാൻ അടുത്ത ഓർഡർ ചെയ്യാൻ പോകണം. ഇത് മാത്രം ക്ലീൻ ആകുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്യുക നന്നായിട്ടൊന്ന്. അയ്യോ ഇങ്ങനെയല്ല, നമ്മൾ റിമൂവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോട്ടൻ എവിടെ? കോട്ടൻ കോട്ടൻ കോട്ടൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ നെയ്ബേഴ്സ് പോലെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ടാ ചെയ്തത്. വലിയ വിഷമമുള്ള നിമിഷമായിരുന്നു, പക്ഷേ വെട്ടിക്കളഞ്ഞിട്ടാ ചെയ്തത്. വെട്ടിയത് മീൻസ് ഇത്രയൊക്കെ. എന്നിട്ട് നമ്മളിതിടണം. ഇടതേക്കൊണ്ടായോണ്ടേ വലിയ പാടാ. നമ്മളിത് ഇടുന്നതിന് മുന്നേ ഇവിടെ ഈ സ്കിൻ ഇച്ചിരി ഇങ്ങനെ തിക്കി ഇങ്ങനെ കയറ്റി വെക്കണമായിരുന്നു. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്ത് വയ്ക്കുമ്പോൾ ഒരു ഒറിജിനൽ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ തിക്കി എനിക്ക് ഇടതേക്കൊണ്ടായിട്ട് പക്ഷെ അത്ര പോരാ. ഞാൻ തിക്കി വെച്ചത് ഈ നെൽക്കട്ട് വെച്ചിട്ടാണ്. കുറച്ചിങ്ങനെ ഇടതേലുണ്ട്, പറ്റുള്ളതാണ് കണ്ടോ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കി അതിൽ ഇങ്ങനെ കയറിയിരുന്നുള്ളൂ കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ചൂട് തുറന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ടോട്ട് നീട്ടിയും കൂടെ പിടിക്കുമ്പോൾ ഒട്ടും പറ്റുള്ളൂ. ഇടയിൽ വേണ്ട കേട്ടോ. കണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ചുമ്മാ നമ്പർ ചെയ്തപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കയറി ചെയ്തിട്ട് ഞാൻ ഇടത് കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ടാട്ടോ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയ്ക്ക് പാടൊന്നുമില്ല, അതങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സംഭവം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലേക്ക് പശ വെച്ചിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. നീളം കൂടുതലാണെങ്കിൽ ബുദ്ധിമുട്ടാവും. കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ? നമുക്ക് നല്ല അങ്ങനെയൊന്നും അറിയില്ല. ഇച്ചിരി കൂടെ കുറയ്ക്കണം. പൊടി അപ്പോൾ കുഴപ്പമില്ല. വെക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഒരു ടിക്ക് കൊടുത്താൽ മതി. വെയിലിട്ടിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം കേട്ടോ. അത് വെയിലിട്ട് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടത് കൈ കൊണ്ടാണ് പശയൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചത് കൊണ്ട് മൊത്തമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ വരെ ഒട്ടിപ്പോയായിരുന്നു കേട്ടോ. കൈ വരെ ഒട്ടിപ്പിടിയിരുന്നായിരുന്നു. ഞാനത് എങ്ങനെയൊക്കെയോ വലിച്ചു പറിച്ചെടുത്തു. പിന്നെ ഈ കുറേ ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കുന്നതോടെ ഇതിൻ്റെ ഇടയിലെല്ലാം ഒട്ടിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു. എല്ലൊക്കെ ഇതുപോലെ എത്ര സ്മൂത്തായിട്ട് തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സൗകര്യമായിരിക്കും. പക്ഷെ വലതയിൽ നമ്മൾ ചെയ്യുമ്പോൾ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എനിക്ക് ഓക്കെ ആയിരുന്നു. ഇതിങ്ങനെ ഹാർഡായിട്ടിരിക്കുക. ചിലപ്പം ഒന്ന് സ്കിന്നിലൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് കൈയൊക്കെ കഴുകി കുറേ തവണയൊക്കെ കഴുകി കഴിയുമ്പോൾ പോയി കഴിയുമ്പോഴത്തേക്കിനും പോവായിരിക്കും. തന്നെ വലതയിൽ തന്നെ ചെയ്തത് ശരിയായില്ല. അപ്പം 140 രൂപയ്ക്ക് ഇത് അടിപൊളി ഐറ്റമാണ്. പെട്ടെന്ന് നമുക്കൊരു മാരേജിന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനും പോകുന്നില്ല. ഞാൻ ഇത് ഷോർട്സൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ ചെയ്ത കേട്ടോ. ഇതുകൊണ്ട് എനിക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. തോന്നില്ലേ ഇതുകൊണ്ട് എനിക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കുറയ്ക്കും. ഇപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടുന്നില്ല അതിലേക്ക്. നമ്മൾ ചോറ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അല്ലേ. ഞാൻ
ഞാൻ എന്തായാലും ഇപ്പോൾ ഇടുന്നില്ല. ചോറാണ് എൻ്റെ പ്രശ്നം. ചോറിനൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് ഇത് ഫോണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമല്ലോ, അത് പറ്റുന്നില്ല. ഇങ്ങനെ ഇതിപ്പോൾ ഇല്ലാതിരുന്നൊരു സാധനം നമ്മൾ ഏച്ചി കിട്ടിയതാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കൊള്ളാം. എന്തായാലും 140 രൂപയ്ക്ക് ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.